ചിറ്റൂർ തത്തമംഗലം നഗരസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ ചെയർപേഴ്സണെയും മുഴുവൻ ജനപ്രതിനിധികളെയും വ്യാപാരി വ്യവസായ ഏകോപന സമിതി ആദരിച്ചു. ചിറ്റൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ആദരിക്കൽ ചടങ്ങ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. ഉയർന്ന ജീവിത നിലവാരത്തിന്റെ ഏത് അളവുകളെടുത്ത് അളന്നാലും ഒരു പടി മുന്നിൽ നിൽക്കുന്ന ജീവിത നിലവാരമുള്ള ജനത ജീവിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അത് ആരോഗ്യത്തിന്റെ കാര്യത്തിലായാലും മരണനിരക്കിന്റെ കാര്യത്തിലായാലും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും എല്ലാം തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ബഹുദൂരം മുന്നിൽ ഈ സംസ്ഥാനം നിലനിൽക്കുന്നു. അതിന് പ്രധാനപ്പെട്ട സംഭാവന നൽകിയിട്ടുണ്ട്. അതിന്റെ കാരണക്കാർ എന്ന് പറയുന്നത് ഈ നാട് ഭരിച്ചിട്ടുള്ള, ഈ നാടിന്റെ വികസന പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള, കേരള പ്രകൃതിക്ക് ശേഷം സജീവമായി നമ്മുടെ ഗ്രാമങ്ങളിൽ ഇടപെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരെ തെരഞ്ഞെടുത്തു. അവർ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ, ആ ജനപ്രതിനിധികളാണ് ഇന്ന് കേരളം ഇന്ന് കാണുന്ന ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത്. ഇന്ന് ഞാൻ നിങ്ങൾ ഉൾപ്പെടെ ഈ നാടിന്റെ ഏത് കോണിലേക്ക് നടന്നാൽ നാം കാണുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന നേട്ടങ്ങൾ, ആ നേട്ടങ്ങൾക്കൊക്കെ ഈ നാട് കടപ്പെട്ടിരിക്കുന്നത് രാഷ്ട്രീയ കൊടിയടയാളങ്ങൾക്ക് അതീതമായി ഈ നാടിന്റെ വികസന പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുത്ത ഈ ജനപ്രതിനിധികളാണ് എന്ന തിരിച്ചറിവാണ് ഏകോപന സമിതിയെ കൊണ്ട് ഈ ജനപ്രതിനിധികൾ അവർ 5 വർഷത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വേണ്ടി പോകും. പാലാഴി കല്യാണ മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ വി ലൈഫ് പദ്ധതി പ്രഖ്യാപനവും നടത്തി. ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് പി അനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി കെ ബാബു, ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.